ഗായ്സ്, അപ്പോൾ ദേ ഇന്ന് നമ്മളെല്ലാവരും ലിഫിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാരും എല്ലാവരും ഉണ്ട്. അധികം പേരും നമ്മുടെ ഉമ്മമാരാണ്. നമ്മൾ കൂടുതൽ ആളുകളെയും വിളിച്ചിട്ടില്ല. കാരണം ഒരു ചെറിയ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാവയുടെ 40ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു സ്വർണ്ണം കെട്ടലും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഫംഗ്ഷന് ഉണ്ടാവുന്നത്. അപ്പം നമ്മളെല്ലാവരും പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ട്രാവലറിലാണ് ഇന്ന് പോകുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടി നമ്മൾ ട്രാവലറിലൊക്കെ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് പോയോക്കാം. അങ്ങനെ ദേ നമ്മളെല്ലാവരും ലിഫൻ്റെ വീട്ടിലെത്തി. എല്ലാവരും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ പോവുകയാണ്. അവരാണെങ്കിൽ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ദേ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ലിഫനെ കാണുന്നത്. കുറേ കാലം മീൻസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോഴേക്ക് ഇതേ മാഹി വാവയെ എടുക്കുന്ന തിരക്കിലായി. മാഹി മാത്രമല്ല, എല്ലാവരും വാവയെ എടുക്കുന്ന തിരക്കിലായി. അങ്ങനെ ദേ ഞാനും വാവയെ ഇങ്ങനെ എടുത്ത് കൊഞ്ചിക്കുന്നുണ്ട്. ഉമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. വാവയെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അത് എല്ലാ വാവയും കാണുമ്പോഴും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ വാവയൊക്കെ കളിപ്പിച്ചു. അതിൻ്റെ ശേഷം അവിടെ ചെറിയ രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ഗ്രാൻഡ് പരിപാടി ഒന്നുമല്ലല്ലോ, ചെറിയ രീതിയിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു വാവയെ ഒന്ന് ഡ്രസ്സ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് എൻ്റെ മോള് വാവയെ നോക്കി ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാവയൊക്കെ. അതിൻ്റെ ശേഷം നമ്മൾ ഇതേ വാവയ്ക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ആദ്യം തന്നെ സ്വർണ്ണമൊക്കെ കെട്ടാമെന്ന് വിചാരിച്ചു. എന്നിട്ടാവാം ബാക്കി പരിപാടികൾ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. അങ്ങനെ ദേ നമ്മളെല്ലാവരും സ്വർണം കെട്ടുന്ന തിരക്കിലായി. പിന്നെ ആദ്യം തന്നെ ഉമ്മയാണ് വാവയ്ക്ക് ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ശേഷം അതേ വാവയ്ക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു ഈ ഗോൾഡൊക്കെ ഇങ്ങനെ വെയർ ചെയ്യണതിൻ്റെ. പിന്നെ നമ്മൾ ഒരു ചടങ്ങാണല്ലോ. പിന്നെ ഞാനും എല്ലാവരും നമ്മൾ 1 by 1 ആയിട്ട് സ്വർണം കെട്ടുന്നുണ്ടായിരുന്നു. പുറമേന്ന് ആരുമില്ല, ലിഫൻ്റെ ഫാമിലിയും നമ്മളെ ഫാമിലിയിൽ നിന്ന് മാത്രമേ നമ്മൾ ഗോൾഡ് കെട്ടുന്നുള്ളൂ. അത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ ബേബിനെ സ്വർണം കെട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ സ്വർണം കെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിങ്ങനെ രസമായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ വിചാരിച്ചു ഇനി വാവയുടെ നെയിം റിവീലിങ്ങും കേക്ക് കട്ടിങ്ങും ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയൊരു ഗ്രാൻഡായിട്ടുള്ളൊരു സെറ്റപ്പ് ഒന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ്. അങ്ങനെ ഇതേ ആ മൊമെൻ്റാണ് ഇപ്പം ബേബിയുടെ നെയിം റിവീലിങ്. എല്ലാവർക്കും കണ്ടു. മാൽറിൻ മിറിക് എന്നാണ് നമ്മുടെ വാവയുടെ പേര്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ അവരവരുടെ ഒരു ഹാപ്പി ഫ്രെയിം എൻജോയ് ചെയ്യായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും പിന്നെ കേക്കൊക്കെ കഴിച്ചു. അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു. നമ്മളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇതേ നമ്മളിങ്ങനെ ഒരു വൈബിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രാവലർ വൈബ്. അതിൻ്റെ ശേഷം ഇതേ മാഹിനെ എനിക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് അടുത്ത് കിട്ടി. അവൾ വലിയ ആളെപ്പോലെ ഫ്രണ്ട് സീറ്റിലായിരുന്നു, ഡ്രൈവറെ കമ്പാനിയനായിട്ട്. അതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.